നമസ്കാരം. കഴിഞ്ഞ 12 രാപ്പകലുകളായി തുച്ഛമായ ശമ്പള വർധനവിനു വേണ്ടി സമരം ചെയ്യുകയാണ് ആശാ വർക്കർമാരായ കുറേ സ്ത്രീകൾ. സർക്കാർ എന്നൊരു സംവിധാനം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. പക്ഷേ അതേ സമയത്ത് പൊരിവെയിലത്തും പാതിരാത്രിയുമൊക്കെ ഈ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുച്ഛമായ ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിനുമൊക്കെ ലക്ഷങ്ങളുടെ ശമ്പള വർധനവും മറ്റാനുകൂല്യങ്ങളുമാണ് മന്ത്രിസഭ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയേണ്ടത്? സുമേഷ്, ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായി കാണേണ്ട ഒരു കാര്യം, ഈ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് ആരോഗ്യ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മാതൃക ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം, പുരുഷന്മാരുടെ ആയുർദൈർഘ്യം, സ്ത്രീകളുടെ ആയുർദൈർഘ്യം, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അനുപാതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1084:1000 എന്നാണ്. 1000 പുരുഷന്മാരാണെങ്കിൽ 1084 സ്ത്രീകളാണ്. അതുപോലെ തന്നെ ശിശു മരണനിരക്ക്, അതായത് 1000-ൽ എത്ര ശിശുക്കൾ മരിക്കുന്നു നോക്കിയാൽ കേരളമാണ്. മാതൃമരണനിരക്ക്, ഈ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ ലഭ്യത, ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കേരളം ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്ക് കാണുന്നത്. ആഗോളതലത്തിൽ പോലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. സ്വാഭാവികമായിട്ടും ഞാൻ ഇക്കാര്യം പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതാണ്. ലോക വ്യാപകമായി തന്നെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് താങ്കൾ പറയുമ്പോഴും ഇവിടെ വയറ്റിൽ കത്രിക വെച്ച് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുന്നിക്കെട്ടി, അതുപോലെ ICUവിൽ വനിതാ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗി പീഡിപ്പിക്കപ്പെട്ടു, ശസ്ത്രക്രിയ കഴിഞ്ഞ് നിലത്ത് കിടക്കുകയായിരുന്ന രോഗിയെ എലികരണ്ടു, വിരലിൽ ശസ്ത്രക്രിയ നടത്താനെത്തിയ കുട്ടിയുടെ നാവിൽ തുന്നലിട്ടു, അങ്ങനെ നിരവധി സംഭവങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും സംഭവിക്കാത്ത കാര്യങ്ങൾ കേരളത്തിലുണ്ടായത് മാത്രമല്ല അത്യന്താപേക്ഷിതമായ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലെന്ന് അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോഗ്യ മാനദണ്ഡങ്ങളുടെയൊക്കെ മേഖലയിൽ കേരളം മുന്നിൽ നിൽക്കുന്നത്. അതും ഈ പറഞ്ഞതുമായിട്ട് ബന്ധമില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ നയപരമായി നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ട ഒരു നിലവാരം പുലർത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവാം. അതൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളല്ല. 3-4 പതിറ്റാണ്ട് കാലങ്ങളായി സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ തുടർന്നു വരുന്ന നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം ആയുർദൈർഘ്യം കൂടുന്നു, അല്ലെങ്കിൽ ശിശുമരണ നിരക്ക് കുറയുന്നു, മരണനിരക്ക് കുറയുന്നു. മനസ്സിലായി? ഇതൊക്കെ പതിറ്റാണ്ടുകളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടമാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആ നേട്ടങ്ങൾ നിലനിർത്തുക എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ആ നേട്ടം, ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകളിലൂടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആ നേട്ടം നിലനിർത്തുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ എന്നുള്ളതാണ്. അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ഏജൻസ്, അങ്ങനെ ആശ. അപ്പം ആരോഗ്യ മേഖലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി സമൂഹവും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും സർക്കാരും തമ്മിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഈ ആശാ വർക്കർമാർ. അതാണ് ആശാ വർക്കർമാരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരോഗ്യരംഗത്ത് ഇപ്പോൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ
ആ നിലയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ആശാവർക്കർമാർക്കുള്ള പങ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അത്യഭൂതപൂർവമാണ്. അവിടെയാണ് അവരുടെ പ്രാധാന്യം വരുന്നത്. അതായത് ഈ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ടോ, അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ഇതെല്ലാം സർക്കാരിന് അറിയാൻ കഴിയുന്നത് ഈ ആശാവർക്കർമാർ കമ്മ്യൂണിറ്റിയുമായി നിലനിർത്തുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് ഒരു 5000 പേർക്ക് ഒരു ആശാവർക്കർ ഉള്ള നിലയിലോ മറ്റുമാണ്. അതായത് എത്ര പേര് വീട്ടിൽ പ്രസവിക്കുന്നു, എത്ര പേര് ആശുപത്രിയിൽ എത്ര പേര് സർക്കാർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു, എത്ര പേര് സ്വകാര്യ ആശുപത്രി, അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. ആ ആശാവർക്കർമാരുടെ സാമ്പത്തിക അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കും. 7000 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ല, അത് വലിയ പെരുപ്പിച്ച് കാട്ടുകയാണ്. കാരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതൊക്കെ ആയിരിക്കും, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. നമ്മളത് ഇതിനകത്ത് അതും പറഞ്ഞൊരു കാര്യമില്ല. കാരണം അതൊക്കെ വെറും പൊട്ടത്തരാണ്. കാരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന കേരളത്തിലാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക നില അത്രത്തോളം മെച്ചമാണ്. ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. സ്വാഭാവികമായിട്ടുള്ള സംസ്ഥാനമല്ല കേരളം. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് കിട്ടുന്നത് 7000 രൂപ. ഈ 7000 രൂപ പോലും ശമ്പളമായിട്ടല്ല അവർ കൊടുത്തുകൊണ്ടിരിക്കുക, റെമ്യൂണറേഷനായിട്ടാണ് അവർ കൊടുക്കുന്നത്. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 1.5 ഡസനോളം മാനദണ്ഡങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ റെമ്യൂണറേഷൻ കുറയും. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു ആശാവർക്കറിൻ്റെ പ്രവർത്തന മേഖലയിൽ, ജൂറിസ്ഡിക്ഷണൽ മേഖലയിൽ ഒരു പ്രസവം സ്വകാര്യ ആശുപത്രിയിൽ നടന്നാൽ ഇവർക്ക് 400 രൂപ കുറയുന്നു. ശരി, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാർ ആശുപത്രിയിലേക്ക് ആക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ ആകെ കൊടുക്കുന്ന 7000 രൂപയാണ്. ആ 7000 രൂപ കിട്ടണമെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ 20-26 മണിക്കൂറൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യണം. വീട്ടിലിരിക്കുമ്പോൾ പോലും ഇതിൻ്റെ വർക്കുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങും മറ്റും മറിച്ചെല്ലാം കൂടി ചേർന്ന് 10-24 മണിക്കൂർ അവർ ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഫുള്ളി എഫക്റ്റീവായിട്ട് ജോലി ചെയ്താൽ 7000 രൂപ. 7000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്രയാണ്? 7000 രൂപ കൊണ്ട് ഈ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? 230 രൂപ, 235 രൂപ പരമാവധി. ഈ വിലക്കയറ്റത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ നടുവിൽ എന്ത് ചെയ്യാൻ പറ്റും 7000 കൊണ്ട്? ഒന്ന്. 2, ഈ 7000 ആശാവർക്കർമാരിൽ നല്ല പങ്കും സ്ത്രീകളാണ്. അവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവരെ ഇറങ്ങി നടന്ന് ഇത് മുഴുവൻ ചെയ്ത് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടി വരും. അപ്പം അതിദാരുണമാണ് അവരുടെ അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം എത്ര സജീവമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ പോലും ഒരു 4000-6000 രൂപ കൊണ്ടൊന്നും അവർക്ക് ഒരു മാസം കിട്ടില്ലെന്ന് പറയും. വേറെ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളുമില്ല. ഈ സ്ത്രീകൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിലാണ്ട് 26,000 ആശാവർക്കർമാരുണ്ടെന്നാണ്. അതിദയനീയമാണ് അവരുടെ അവസ്ഥ. അതിദയനീയമായിട്ടുള്ള അവരുടെ അവസ്ഥയിൽ അവരാവശ്യപ്പെടുന്നത് എന്താ? 21,000 രൂപ, 3 ഇരട്ടിയായിട്ട് കൂടുക. അവരെ റിട്ടയർ ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുക. അപ്പം അവർ സ്ത്രീകളാണ്. സ്ത്രീകളുടെ വികസനത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അവരാരോഗ്യ മേഖലയിൽ ചെയ്യുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ചെയ്യുന്ന അവരെ ഈ പറഞ്ഞതുപോലെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാർ അടുത്തടുത്ത 2-3 നടപടികൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കും. ഒന്ന്, PSC അംഗങ്ങൾ. PSC അംഗങ്ങളും ചെയർമാനും 20 പേരാണ് അവരാകെ ഉള്ളത്. ആ PSC അംഗങ്ങളുടെ ചെയർമാൻ്റെ ജോലി എന്താ? എന്ത് ജോലിയുണ്ട്? അത് ജോലി ചെയ്യാനായിട്ട് PSCയിൽ 100 കണക്കിന് സ്റ്റാഫുണ്ട്. അതിൻ്റെ ഒരു മേൽനോട്ടക്കാരാണ് ഈ PSC മെമ്പർമാരും ചെയർമാനും. ഈ PSC മെമ്പർമാർക്കും ചെയർമാനും എങ്ങനത്തെ അപ്പോയിൻമെൻറ്റാണ്? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട. 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിൽ പോലും PSC മെമ്പറായിട്ട് അവിടെ പോയിരിക്കാം. തലയ്ക്ക് വെളിവ് വേണം, രാഷ്ട്രീയക്കാരനായിരിക്കണം. ഞാൻ പറഞ്ഞ ഇപ്പോൾ സ്ഥിരബുദ്ധി. അത് സ്ഥിരബുദ്ധി വേണം. അതെ, ഇത്രയോ. അപ്പോൾ
അവിടെ ഇരിക്കുന്ന ഇവന്മാർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഉള്ള ശമ്പളം അവർക്ക് എപ്പോഴും ശമ്പളം മാത്രമാണോ? ഞാൻ കേട്ടെടുത്തോളം 10,000 രൂപ പിന്നെ പെട്രോൾ ചെലവ്, പിന്നെ വീട്ടുവാടക, പിന്നെ പെൻഷൻ, പിന്നെ ചികിത്സാ ചെലവ് അവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനും എല്ലാം കൂടെ ചേർന്ന് ഒരു 2-3 ലക്ഷം രൂപ മാസം ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടുമ്പോൾ അല്ല ചെയർമാന് ഔദ്യോഗിക വസതിയും വാഹനവും ഉണ്ട്. മറ്റുള്ളവർക്കൊക്കെ വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് ഹൗസ് റെന്റ് അലവൻസും ഉണ്ട്. അപ്പോൾ അവർക്ക് ആ 20 പേർക്ക് മാസം 1.5 ലക്ഷം രൂപ വീതം കൂട്ടി കൊടുക്കണം. 1.5 ലക്ഷം. മനസ്സിലായി? ഒരു യുക്തി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞത് 1,61,000 രൂപ വെച്ചിട്ട് കൂട്ടി കൊടുക്കണം. 4 ലക്ഷത്തിനടുത്ത് വരികയാണെന്ന് പറഞ്ഞു ചെയർമാന്. മറ്റേതാണ്ട് ഒരു 3.5 ലക്ഷം. ഇത് 6 വർഷത്തേക്കാണ്. ഇത് 6 വർഷം. 6 വർഷം കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ. അപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് ഞാൻ പറഞ്ഞ 26,000 പേർക്ക് 21,000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര രൂപ വേണ്ടി വരും? 26,000 ഗുണം 20,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 26,000 ഗുണം 20,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52,000 പേർക്ക് ഈ പറഞ്ഞ പോലെ എത്ര ഒരു 5,46,00,000. അതേസമയം ഈ 20 അംഗങ്ങൾക്ക് ശരാശരി ഒരു മാസം 3 ലക്ഷം രൂപ വീതം എന്ന് പറഞ്ഞാൽ ശരാശരി 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം അല്ല സാറേ, 3,80,000 3,70,000 വരും. 3.5 ലക്ഷം കൂട്ടാം. 3.5 ലക്ഷം. ഈ 3.5 ലക്ഷം പോയിട്ട് 20 വരെ 70 ലക്ഷം രൂപയായി. 70 ലക്ഷം. 70 ഗുണം 12 എത്രയായി? 70 ഗുണം 12 7,88,40,00,000. മനസ്സിലായോ? അപ്പോൾ വളരെ കൃത്യമായിട്ടൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. അതായത് 20 PSC അംഗങ്ങൾക്ക് ഇപ്പം കൂട്ടിയിരിക്കുന്ന ശമ്പള വർധനയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷം അവർക്ക് കൊടുക്കേണ്ടത് എത്രയാ പറഞ്ഞത്? 8,40,00,000. അതേസമയം ഈ 26,000 വരുന്ന ആശാ വർക്കർമാർക്ക് 21,000 രൂപ വെച്ച് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം വേണ്ടി വരുന്നത് 5 കോടി ചില്ല. അല്ല, ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് നമ്മൾ ഒരു ആവറേജ് കണക്കാണ് കൂട്ടിയത് 3.5 ലക്ഷം. അത് 3.5 ലക്ഷം അല്ല, 3,80,000 വരും. അത് കൂടാതെയാണ് ഇവരുടെ പെട്രോൾ ചെലവ്, അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ സാലറി. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് അതിന് കണക്കൊന്ന് കൂട്ടി നോക്കാം. 3.5 ലക്ഷം 3.5 ലക്ഷം 3.5 ലക്ഷം അല്ലേ? 3,50,000 ഇൻറ്റു 20 70 ലക്ഷം. 70 ലക്ഷം. 70 ലക്ഷം ഗുണം 12 8,40,00,000. ഈ 8,40,00,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷം. അവർ 6 വർഷത്തേക്ക് ഇരിക്കുക. 8,40,00,000 രൂപ ആകുമ്പോഴത്തേക്കും 6-8 48 കോടി. അതായത് 48 കോടി. അതായത് 3 3 6 50 കോടി. 50 കോടി അല്ലേ? 50 കോടി 40 ലക്ഷം രൂപ ഈ 20 പേർക്ക് വേണ്ടിയിട്ട് 6 വർഷത്തേക്ക് സർക്കാർ ചെലവഴിക്കാം. ഒരു വർഷം 8 കോടി രൂപ ചെലവ്. ചാകുന്നത് വരെ പെൻഷൻ, അതും എല്ലാം വേറെ. അപ്പോൾ ഒരു വശത്ത് ഈ 20 പേർക്ക് ഈ 20 രാഷ്ട്രീയ നോമിനികൾക്ക് വേണ്ടി ഒരു വർഷം 8 കോടി ചെലവഴിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ശരാശരി 15-16 മണിക്കൂർ വീതം പ്രവർത്തിക്കുന്ന ഈ ആശാവർക്കർമാർക്ക് 21,000 രൂപ വെച്ച് ഒരു വർഷം കൊടുക്കാൻ 5 കോടി ചില്ലാനും രൂപ മതി. എത്ര? അല്ല, അത് അവിടെയാണ് പ്രശ്നം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആളില്ലാതായി പോകും. അത് പേടിച്ചിട്ടായിരിക്കാം ഇവർ ചെയ്യുന്നത്. കാരണം മറ്റൊരു രാഷ്ട്രീയ നിയമനമായതുകൊണ്ട് എന്തായാലും അത് നിൽക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ നമ്മളിതിൻ്റെ കണക്കൊന്ന് ജസ്റ്റ് നോക്കി, തിരിച്ചെന്നിട്ട് നോക്കി. 26,000 ആശാ വർക്കർമാർക്ക് മാസം 21,000 രൂപ വെച്ച് കൊടുത്താൽ അതിന് വേണ്ടി വരുന്ന തുക 5 കോടി ചില്ലാനം. 40 ലക്ഷം. 5,40,00,000. 26,000 പേർ. അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് പറഞ്ഞു. മറുവശത്ത് രാഷ്ട്രീയ നോമിനികളായിട്ടുള്ള 20 പേർക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവർക്ക് ഒരു വർഷം കൊടുക്കേണ്ടി വരുന്നത് 8 കോടി ചില്ലാനം രൂപ. മനസ്സിലായോ? അപ്പോൾ 20 പേർക്ക് 8 കോടി ചില്ലാനം രൂപ, 26,000 പേർക്ക് കൊടുക്കേണ്ടി വരുന്നത് 5 കോടി ചില്ലാനം രൂപ. അപ്പോൾ ഇവിടെ 8 കോടി ചില്ലാനം രൂപ ഇവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് 5 കോടി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ സർക്കാർ പ്ലീഡർമാർക്ക് ശരാശരി 30,000 രൂപ വെച്ചിട്ടാണ് കൂടിയിട്ടുള്ളത്. അത് സ്പെഷ്യൽ പ്ലീഡർമാർ അവർക്കെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 30,000 രൂപ വെച്ചിട്ട് അവർക്ക് കൂടിയിട്ടുണ്ട്. അവർക്ക് 2022 മുതൽ മുൻകാല പ്രാബല്യവും ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ വെച്ച് കിട്ടും.
അല്ല, ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഇവർക്ക് 2016 മുതലുള്ള മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ PSC മെമ്പർമാർക്ക് 35 കോടി രൂപ ആദ്യം കൂടെ കൊടുക്കേണ്ടി വരും. അല്ല, പക്ഷെ അത് വേണ്ടെന്ന് തീരുമാനിച്ചു. സർക്കാർ പ്ലീഡർമാർക്ക് ശരാശരി 30,000 രൂപ വെച്ച് കൂടിയാൽ 2022 മുതൽ കൂട്ടുമ്പോൾ ഓരോ സർക്കാർ പ്ലീഡറിനും 10 ലക്ഷം രൂപ കിട്ടും. അരിയർ അത് കൂടാതെ ഓരോ മാസം. ഈ ആരാണ് ഈ പ്ലീഡർമാർ? പ്ലീഡർമാരെന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ള ശുപാർശ കത്തുമായിട്ട് വരുന്ന കാൽ കാശിന് കൊള്ളാത്ത 7ാം കൂലികളാണ് ഈ ഇരിക്കുന്ന പ്ലീഡർമാരിൽ 90%. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ? നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റാണ്. അവിടെ ചെന്നിട്ട് സർക്കാരിൻ്റെ വാദം എന്താണോ അത് അവതരിപ്പിക്കൽ മാത്രമേ ഉള്ളൂ അവരുടെ ജോലി. സർക്കാരിൻ്റെ വാദം എന്താണെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഒക്കെ കിട്ടും. അതവിടെ പോയി. ഇപ്പോൾ ഞാനൊക്കെ തന്നെ പലപ്പോഴും ചെന്ന് കോടതി ചെന്ന് വാദിക്കുമ്പോൾ സർക്കാർ പ്ലീഡർമാരെ കണ്ടിട്ടാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥയാണ്. ഇത്രയും പേരുണ്ടായിരിക്കുമ്പോഴാണ് പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പൊതുഖജാനയിൽ മുടക്കി. അത് വേറെ. ഇത് ഏതാണ്ട് 120 പേരോളം ഉണ്ടെന്ന് അവിടെ. ഇതിന് മുൻകാല പ്രാബല്യത്തിന് ഏതാണ്ട് 8 കോടി രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പാർട്ടിക്കാരന് 30,000 രൂപ വെച്ച് മാസം കൂടുതൽ കൊടുക്കുന്നു. അവന് മുൻകാല പ്രാബല്യത്തിന് 8 കോടി രൂപ കൊടുക്കുന്നു. എന്നാൽ നാട്ടിൽ കിടന്ന് എല്ലുമുറിയെ പണിയെടുക്കുന്ന വനിതകളായിട്ടുള്ള 26,000 പേർക്ക് 21,000 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആ കണക്ക് ഈ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കൽ, മറ്റേ തോമസ് ഐസക് പറയുന്ന AG's ഓഫീസിൻ്റെ മുന്നിൽ പോയി പണിയെടുക്കൽ, സമരം ചെയ്യൽ, എന്തൊരു നമ്മൾ എത്ര വലിയൊരു അനീതിയല്ല, മനുഷ്യത്വമല്ല സാർ. മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതോടൊപ്പമാണ് ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ KV തോമസിൻ്റെ 5 ലക്ഷം യാത്രാപത്തയായിരുന്നത് 11 ലക്ഷം. ഞാൻ ആരാണ് അയാൾ? എന്ത് കഴിവാണ് അയാൾക്കുള്ളത്? അല്ല, അയാൾക്ക് പഴയ മന്ത്രിയുടെ പെൻഷനുണ്ട്. അധ്യാപകനായിരുന്നു അയാൾ അധ്യാപകന്റെ പെൻഷനുണ്ട്. 2-3 പെൻഷൻ വാങ്ങിക്കുന്നവനാണ് ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന. എൻ്റെ അറിവിൽ അയാൾ 5-6 തവണ MP ആയിരുന്നു, 2-3 തവണ MLA ആയിരുന്നു, 2 തവണയെങ്കിലും മന്ത്രിയായിരുന്നു. ഇരുന്ന ഒരാളാണ് ഇത് മേടിക്കുന്നത്, അയാൾക്കവിടെ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യന് എന്തെങ്കിലും ഉൾപ്പുണ്ടോ? അതില്ലല്ലോ. എന്തെങ്കിലും ലജ്ജയുണ്ടോ അയാൾക്ക്? ഇത്രയും സ്ത്രീകൾ നാട്ടിൽ കിടന്ന് ഇത്രയും ബുദ്ധിമുട്ടി ജോലി ചെയ്യുമ്പോൾ, അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഇത്രയും ദിവസമായി സമരം ചെയ്യുമ്പോൾ, ആ 26,000 പേർക്ക് 21,000 രൂപ വെച്ചിട്ട് ശമ്പളം ഇതാ കൊടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ, അവരോടുള്ള ഒരു എമ്പതി, ഒരു അനുതാപം ഇല്ല സാറേ. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറയും. കാരണം 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും തലമുട്ടയടിച്ചും ശവപ്പെട്ടി കിടന്നും പുല്ല് തിന്നുമൊക്കെ സമരം നടത്തിയ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. 1.5 മാസത്തോളമാണ് അവർ രാപ്പകൽ പെരുമഴയത്തും പൊരുവെയിലത്തും സമരം നടത്തിയത്. കണ്ടില്ലെന്ന് നടിച്ചു നമ്മുടെ സർക്കാർ. അതിനുശേഷം നവകേരള സർക്കിട്ട് നടന്നു. ഇയാളുടെ മുമ്പിലിട്ടല്ലേ ഇയാളുടെ ചെറുമക്കളുടെ പ്രായമുള്ള കുട്ടികളെ തലയ്ക്ക് ചെടിച്ചട്ടികളും ഹെൽമറ്റും കൊണ്ട് ഈ DYFI വേട്ടപ്പട്ടികൾ തല്ലി പൊട്ടിച്ചത്. അത് കണ്ടിട്ടും പറഞ്ഞു അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ ഇയാളെ എന്താണ് പറയേണ്ടത്? ഇയാൾക്ക് മനുഷ്യത്വം ഉണ്ടോ? മനുഷ്യത്വം എന്ന് പറയുന്നത് ഇയാൾക്കുണ്ടോ? ഇയാൾ ജനങ്ങളുടെ പണം കൊണ്ടല്ലേ ഈ ഉണ്ടുറങ്ങി ജീവിക്കുന്നത്. ഈ ആഡംബരത്തിൽ ആറാടി. ആ കണ്ണൂരിലെ ഒരു സാധാരണ കള്ളിച്ചത്ത് കുടുംബത്തിൽ ജനിച്ച വിജയൻ എങ്ങനെയാണ് അയാൾ ഇത്രയും ആഡംബരം അയാൾക്ക് അനുഭവിക്കുന്നില്ലേ? നിയന്ത്രണം വിട്ട് പറഞ്ഞു പോവുകയാണ്. എത്രയെന്ന് വെച്ചിട്ടാണ് ഇത് കാണുന്നത്? എത്രയെന്ന് വെച്ചിട്ടാണ് ഇയാളെ കുറിച്ച് പറയാതിരിക്കുന്നത്? ചിലപ്പോൾ കള്ളക്കേസിൽ കുടുക്കിക്കോട്ടെ പീരു. സുമേഷ്, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇതുപോലെയൊക്കെ ഇയാൾ എന്തുകൊണ്ട് ചെയ്തു പോകുന്നു? ജനങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്, പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ഇയാൾ ഇത്രയും വലിയൊരു സാഡിസ്റ്റ് ആവുന്നു? എന്തുകൊണ്ട് ഇത്രയും വലിയൊരു റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യനായി ഇയാൾ പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഇയാളെ നിലയ്ക്ക് നിർത്തേണ്ട സംവിധാനത്തിൻ്റെ ആദ്യാവസാനമുള്ള പരാജയവും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അയാൾ അവിടെ പോയി ഒരു പ്രസംഗത്തിൽ അയാളുടെ വഴിക്ക് പോയി. മനസ്സിലായില്ലേ? അല്ല സാർ, കേരളത്തിലെ ഈ ശാപം തന്നെ ഈ VD സതീശൻ എന്ന് ഞാൻ പറയും. കാരണം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ തിരുത്താനും അവർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ജനങ്ങളോടൊപ്പം നിൽക്കാനുമാണ്. പകരം ഈ VD സതീശൻ ഒറ്റ കാര്യത്തിൽ ഒരു കേസിലെങ്കിലും, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എത്ര കേസുകളുമായിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. ഇയാൾ ഒരു പ്രസ്താവന,
അതിനപ്പുറം ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇയാളാണ് ഈ വി.ഡി. സതീശനാണ് കേരളത്തിന്റെ ശാപം, പൊതുസമൂഹത്തിന്റെയും കേരളത്തിന്റെയും ശാപം. ഈ വി.ഡി. സതീശൻ ഒറ്റ ഒരുത്തനാണ് പിണറായി വിജയനേക്കാളും. നമ്മളിപ്പോൾ ഈ സമരത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. 12 ദിവസമായിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 5000 പേരെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ അണിനിരത്തി ഒരു 10 ദിവസം സമരം ചെയ്യാൻ UDF കഴിഞ്ഞിരുന്നുവെങ്കിൽ 5000 പേർ, കാരണം കേരളത്തിൽ CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനം UDF ആണല്ലോ. 5000 പേരെ അണിനിരത്തി ഇവരോടൊപ്പം ഒരു 10 ദിവസം സെക്രട്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 21,000 രൂപ കൊടുക്കാൻ സർക്കാർ നിർബന്ധിതനായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് അനക്കമില്ലെങ്കിൽ ആ സമരം ഡിഫോഴ്സിലേക്ക് മാറ്റണം. 5000 പേര്, നമ്മൾ 5000 പേരെ നിങ്ങൾ അണിനിരത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് 14 ജില്ലയിൽ നിന്നും കൂടെ എത്ര പേര് വേണ്ടി വരും? ഓരോ ജില്ലയിൽ നിന്നും അല്ലേ, ഓരോ ജില്ലയിൽ നിന്നും ഒരു 1000 പേര് വന്നാൽ 14,000 ആയി. ഓരോ ജില്ലയിൽ നിന്നും 500 പേര് വന്നാൽ 7000 പേരായി. ഓരോ ജില്ലയിൽ നിന്നും UDF ഒരു 500 പേരെ വീതം. അതിൽ മലപ്പുറത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ 2-3 ആയിരം ആളുകളെ അവർക്ക് കൊണ്ടുവന്നുകൂടി, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവർ കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ അതിന് പോലും പറ്റാത്ത ഒരു ഈ പറഞ്ഞ പോലെ വരി ഉടയ്ക്കപ്പെട്ട ഒരു, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ പിണറായി വിജയന് ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം തന്നെ എന്താ സംഭവിച്ചത്? വി.ഡി. സതീശൻ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു, കുഞ്ഞാലിക്കുട്ടി വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റവന്മാർ വന്ന് ഈ പ്രസംഗിച്ചിട്ട് പോകുന്നതല്ലാതെ. ഇപ്പം നമ്മളൊന്ന് ആലോചിക്കും, ഈ സമരം അവിടെ നടത്തുന്ന ആരാ? എന്തോ ആശാ വർക്കേഴ്സ് എന്തോ അസോസിയേഷൻ, SUCIയുടെ ഒരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് 12 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്ര ഊർജിതമായ ഒരു സമരം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു നാണം തോന്നണ്ടേ UDFകാരന്? ഒരു നാണം തോന്നണ്ടേ? 3.25 വർഷമായിട്ട് ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സമരം UDFന് സെക്രട്ടേറിയറ്റിന് മുമ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ നമ്മൾ എതിർക്കുന്നതിനോടൊപ്പം അയാളെ വിമർശിക്കുന്നതിനോടൊപ്പം തുല്യമായ തോതിൽ കഴിവുകെട്ട പ്രതിപക്ഷത്തിനെയും നമ്മൾ വിമർശിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടി വരും. ഇവർക്ക് 21,000 രൂപ കിട്ടാത്തതിൽ പിണറായി വിജയനുള്ള പങ്ക് പോലെ തന്നെ ഈ സമരം ശക്തിപ്പെടുത്തുന്നതിൽ UDFനുള്ള പരാജയവും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു.